Next topic is types of manpower planning. Manpower planning എത്ര തരം ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ manpower planning എങ്ങനെയൊക്കെയാണ് ചെയ്യുക. Mainly it is divided into two, short term manpower planning and long term manpower planning. Short term പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, it covers a period of 1 or 2 years. Maximum 2 വർഷം കവർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് short term manpower planning. But at the same time, long term it may cover 15 to 20 years. നമ്മൾ പ്ലാനിങ് നടത്തുന്നത് എത്ര വർഷത്തേക്കാണ്? 15 years അതിൽ കൂടുതലോ വർഷത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യണേനെയാണ് എന്ത് ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് the process of matching the existing employees with their present job so that they perform efficiently. എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പനിയിൽ ഇപ്പോൾ ഉള്ള എംപ്ലോയീസിനെ അവരുടെ പ്രസന്റ് ജോബുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏതിൽ ചെയ്യുന്നത്? ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. എന്താണോ പ്രസന്റ് ജോബിന്റെ റിക്വയർമെന്റ് അതിലേക്ക് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ നമ്മൾ മാച്ച് ചെയ്യിക്കണം. അതാണ് ഷോർട്ട് ടേം പ്ലാനിങ്. എന്നാൽ ഇവിടെ 15 to 20 years ആണല്ലേ. സോ ഹിയർ the management gives ample time for required adjustments by taking necessary step. Existing manpowerലോ ജോബിലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിന് മോർ ദാൻ ഇനഫ് ടൈം ഇവിടെ ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാനുള്ള സമയം ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ കിട്ടും. അപ്പൊ എന്തൊക്കെയാണ് ഷോർട്ട് ടേമിലും ലോങ് ടേമിലും മാനേജ്മെന്റ് കവർ ചെയ്യണേ, അല്ലെങ്കിൽ ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്താണ്, ലോങ് ടേമിന്റെ സ്റ്റെപ്സ് എന്താന്നുള്ളതാണ് അടുത്ത ക്ലാസ്. അപ്പോൾ മിസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നിങ്ങളെ എന്തൊക്കെയാണ് ഷോർട്ട് ടേമിന്റെ ലോങ് ടേമിന്റെ സ്റ്റെപ്പ് എന്ന്. നമുക്ക് ആദ്യം ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷോർട്ട് ടേമിൽ ഫസ്റ്റ് വൺ, വെൻ എംപ്ലോയീസ് ആർ ലെസ് ക്വാളിഫൈഡ് ഇൻ കമ്പാരിസൺ വിത്ത് ജോബ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ മിസ് പറഞ്ഞു ഈ എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ എക്സിസ്റ്റിംഗ് ജോലിയിലേക്ക് മാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയണേ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യണത് രണ്ട് കേസായിട്ടാണ് പറയണേ. ആദ്യത്തെ കേസിൽ പറയണത് നമ്മുടെ ജോലിക്ക് ആവശ്യമുള്ള സ്പെസിഫിക്കേഷൻ എന്താണോ അതിനേക്കാൾ ക്വാളിഫിക്കേഷൻ കുറഞ്ഞവരാണ് എംപ്ലോയി എങ്കിൽ എന്തൊക്കെ ചെയ്യും. രണ്ടാമത് പറയണത് റിക്വയർമെൻറ്റിനേക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷനുള്ള എംപ്ലോയീസ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കും. ഈ രണ്ടെണ്ണത്തിലാണ് പറയണേ. അതിൽ ആദ്യത്തെ വെൻ എംപ്ലോയീസ് ആർ ലെസ് ക്വാളിഫൈഡ് ഇൻ കമ്പാരിസൺ വിത്ത് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് സ്പെസിഫിക്കേഷനെ വെച്ച് നോക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ കുറവുള്ള എംപ്ലോയീസ് ആണെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പ്? ഒന്ന്, എംപ്ലോയീസ് ആർ ഗിവൺ ട്രെയിനിങ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ പെർഫോമൻസ്. പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കും. രണ്ടാമത്, ഇഫ് ദ ജോബ് ഈസ് നോട്ട് ലൈക്ഡ് ബൈ ദ എംപ്ലോയി ഇറ്റ് മേ ബി ചേഞ്ച്ഡ്. ഒട്ടും താല്പര്യമില്ലാത്ത ജോലിയാണ് ഒരു എംപ്ലോയിക്ക് ചെയ്യാൻ കൊടുത്തേക്കണമെങ്കിൽ അതിൽ അയാൾക്ക് ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ അയാളുടെ ജോലി മാറ്റി കൊടുക്കും. മൂന്നാമത്തെ, ട്രാൻസ്ഫർ മസ്റ്റ് ബി ഗിവൺ ടു അഡ്ജസ്റ്റ് വിത്ത് അവൈലബിൾ ജോബ്. നമ്മുടെ അവൈലബിൾ ജോബുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ കൊടുക്കുക. അതായത് ഒരു ജോലിയിൽ കൂടുതൽ ആൾക്കാരും മറ്റൊരു ജോലിയിൽ ആവശ്യത്തിന് ആൾക്കാരും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ജോലിയിൽ നിന്ന് മറ്റേ ജോലിയിലേക്ക് അയാളെ ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ അസിസ്റ്റൻസ് ക്യാൻ ബി പ്രൊവൈഡഡ് ടു ഹെൽപ്പ് ഇൻ ദ കേസ് ഓഫ് റെസ്പോൺസിബിൾ ജോബ്. ഹൈലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ അസിസ്റ്റൻറ്റിനെ പ്രൊവൈഡ് ചെയ്യുക. അതായത് അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണ് അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി അത് ചെയ്യാൻ വേണ്ടി നമുക്ക് അവരെ അസിസ്റ്റൻസിനെ കൊടുക്കാം. അതാണ്, ഇത്രയാണ് നമ്മൾ എംപ്ലോയീസ് ക്വാളിഫിക്കേഷൻ കുറവുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത് പറയണത് ക്വാളിഫിക്കേഷൻ കൂടുതലുള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെൻ എംപ്ലോയീസ് ആർ ഹൈലി ക്വാളിഫൈഡ് ദാൻ റിക്വയർമെൻറ്റ്. ഒന്ന്, ജോബ് എൻലാർജ്മെൻറ്റ് ഷുഡ് ബി ഡൺ. ദാറ്റ് ഈ സ്കോപ്പ് ഓഫ് ദ ജോബ് ക്യാൻ ബി വൈഡൻഡ്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ജോബ് എൻലാർജ്മെൻറ്റ് കൊടുക്കുക. എന്താ ജോബ് എൻലാർജ്മെൻറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞു അല്ലേ? ഓൾറെഡി 14 അവർ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ 2 അവർ എക്സ്ട്രാ കൂടി കൊടുക്കണം. അതായത് ചെയ്യുന്ന ആവശ്യത്തിനേക്കാൾ റിക്വയർമെൻറ്റ് എന്താണോ അതിനേക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ജോലി ചെയ്യണേ. അപ്പം നമ്മൾ അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ കൊടുക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ
if there is vacant positions at the higher levels, promotion may be given to the employees. അതായത് ഹയർ ലെവലിൽ വേക്കൻറ്റ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മോർ ദാൻ റിക്വയർഡ് ആൾക്കാർ നമ്മുടെ പൊസിഷനിലുണ്ട്. അപ്പോൾ ഹയർ ലെവലിൽ വേക്കൻ്റ് ആൾക്കാർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് പ്രൊമോഷൻ മേ ബി ഗിവൺ. അവർക്ക് എന്ത് കൊടുക്കാം, പ്രൊമോഷൻ കൊടുക്കാം. ഇനി അടുത്തത് അഡ്വൈസ് ആൻഡ് കൗൺസിലിംഗ് മേ ബി സോട്ട് ഫ്രം ദ എംപ്ലോയർ. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയറിൽ നിന്നോ അല്ലെങ്കിൽ അതിന് മേലെയുള്ള എന്തെങ്കിലും ഹയർ അതോറിറ്റിയുടെ കയ്യിൽ നിന്നോ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അഡ്വൈസോ വാങ്ങാം. അതായത് ഇവർക്ക് ഹൈലി ക്വാളിഫൈഡ് ആയുള്ള വർക്കേഴ്സിന് അതിനേക്കാൾ ചെറിയ വർക്കാണ് ഏൽപ്പിക്കണേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് അവരുടെ അഡ്വൈസ് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. ദ എംപ്ലോയി മേ ബി ഗിവൺ അഡീഷണൽ ടെമ്പററി അസൈൻമെൻറ്റ്, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതായിട്ടുള്ള ചെറിയ ചെറിയ അസൈൻമെൻറ്റുകൾ, നോർമലി ഏൽപ്പിച്ചേക്കുന്ന വർക്കല്ല, അതിന് പുറമെ ചെറിയ എന്തെങ്കിലും അസൈൻമെൻറ്റുകൾ അവർക്ക് കൊടുക്കാം. ഇനി ലാസ്റ്റ് വൺ, ചേഞ്ച് ഹിസ് ജോബ് ആൻഡ് പ്രൊവൈഡ് എ ന്യൂ ജോബ്. എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സിമ്പിൾ ജോലി മാറ്റിയിട്ട് അയാൾക്ക് ഇത്രയും കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലി ഏൽപ്പിക്കാം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്താ, ജോലി റിക്വയർമെൻറ്റിനുള്ള ക്വാളിഫിക്കേഷൻ കുറവ് മതി, പക്ഷേ എംപ്ലോയീസിന് അതിനേക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണം? അപ്പം മിസ് 2 സ്റ്റെപ്പാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് എംപ്ലോയീസ് ലെസ് ക്വാളിഫൈഡ് ആണെങ്കിലുള്ള 4 സ്റ്റെപ്പ്, പിന്നെ ഒന്ന് എംപ്ലോയീസ് ഹൈലി ക്വാളിഫൈഡ് ആണെങ്കിലുള്ള 4 സ്റ്റെപ്പ്. ഇനി അടുത്തത് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോങ് ടേം എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് 15 വർഷം മുതൽ 20 വർഷം വരെയാണ് മിസ് പറഞ്ഞേക്കണേ അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ആഡിക്വേറ്റ് ടൈം ഉണ്ട് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിലും ചെയ്യാൻ. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് പ്രൊജക്റ്റിംഗ് മാൻ പവർ നീഡ്സ്, ഇൻവെൻ്ററി ആൻഡ് അനാലിസിസ് ഓഫ് മാൻ പവർ, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഓഫ് ദ എംപ്ലോയീസ്. മിസ് സ്റ്റാർ ഇട്ടേക്കണണ്ട് പേടിക്കേണ്ട, താഴെ എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് കാണിച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എക്സ്പ്ലനേഷൻ ഒന്നാമത്തെ എന്താണ്, പ്രൊജക്റ്റിംഗ് മാൻ പവർ നീഡ്സ്. പ്രൊജക്റ്റിംഗ് മാൻ പവർ നീഡ്സിൽ പറയണത് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ ലോങ് റൺ പ്ലാനിങ് ഈസ് ഡെവലപ്പ് ദാറ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ദാറ്റ് വിൽ മീറ്റ് ദ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. ഏറ്റവും നല്ല രീതിയിൽ ഫ്യൂച്ചറിലേക്കുള്ള മാൻ പവർ റിക്വയർമെൻറ്റ്സ് അതിനെങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ലോങ് ടേം മാൻ പവർ റിക്വയർമെൻറ്റിൽ പറയണേ. അപ്പോൾ അത് നമ്മൾ ആ ഒരു പ്ലാനിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സാണ് പറയണേ. ഫസ്റ്റ് വൺ, ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് മാൻ പവർ ഡ്യൂ ടു റിട്ടയർമെൻറ്റ്, ട്രാൻസ്ഫർ, ഡെത്ത്, റെസിഗ്നേഷൻ ആൻഡ് ഡിസ്ചാർജ് ലീവ്സ് എക്സെട്ര. നമ്മുടെ കമ്പനിയിൽ നിന്ന് ആളുകൾ റിസൈൻ ചെയ്യണോ, ഡെത്ത് സംഭവിക്കണോ, ലീവ് എടുത്തു പോകണോ, ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെ ആ കമ്പനിയിൽ എത്രത്തോളം മാൻ പവർ റിക്വയർമെൻറ്റിന് ആവശ്യം വരുന്നുള്ളത് നോക്കുക. 2, എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സൈസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മാൻ പവർ റിക്വയർമെൻറ്റ് എന്താവും, കൂടും. കോൺട്രാക്ട് ചെയ്യുമ്പോൾ മാൻ പവർ റിക്വയർമെൻറ്റ് കുറയും. അപ്പോൾ അതിൻ്റെ ലെവൽ പഠിക്കുക. 3rd വൺ, job specification or job analysis, that is the qualification and abilities required by each employee should be considered. നമ്മൾ എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ക്വാളിഫിക്കേഷനിലുള്ളവരെ വേണം, എന്തൊക്കെ എബിലിറ്റീസ് ഉള്ളവരെ വേണം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാം. ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റ് ഏതായിരുന്നു, ഇൻവെൻ്ററി ആൻഡ് അനാലിസിസ് ഓഫ് മാൻ പവർ. മാൻ പവറിൻ്റെ ഇൻവെൻ്ററി, അതായത് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് നോക്കുക, അതിൻ്റെ അനാലിസിസ് നടത്താം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയണത് ആഫ്റ്റർ അസസിങ് ദ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്. അപ്പോൾ ഭാവിയിലേക്കുള്ള റിക്വയർമെൻറ്റ് നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ടേക്ക് ദ സ്റ്റോക്ക് ഓഫ് ദ എക്സിസ്റ്റിംഗ് പേഴ്സണൽ അവൈലബിൾ ഇൻ ദ എൻ്റർപ്രൈസ് ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദേ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞു അല്ലേ, നമുക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടുത്ത വർഷത്തെ സബ്ജക്റ്റുകൾ എടുക്കാൻ എത്ര ടീച്ചർമാരെ വേണം എന്നുള്ളതാണ് മിസ് ഡിറ്റർമിൻ ചെയ്തത് ആദ്യം. അപ്പോൾ നമുക്ക് കിട്ടി 15 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റാഫ് എത്രയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുക. അപ്പോൾ നമുക്കൊരു 13 എന്ന് കിട്ടി. ആ 13 നമുക്ക് എങ്ങനെ എന്തിനു വേണ്ടി ഉപയോഗിക്കാം, ഫ്യൂച്ചർ റിക്വയർമെൻറ്റിന് വേണ്ടി എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് നമുക്ക് അവരെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫോർ ദിസ് പർപ്പസ്
എ ലിസ്റ്റ് ഓഫ് പ്രസൻറ്റ് എംപ്ലോയി ഷുഡ് ബി പ്രിപ്പയർഡ് സ്റ്റേറ്റിംഗ് ദെയർ ക്വാളിഫിക്കേഷൻ, എബിലിറ്റി എക്സെട്ര. അവരുടെ എബിലിറ്റിയും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കിക്കൊണ്ട് പ്രസൻറ്റ് എംപ്ലോയീസിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതായിരുന്നു? റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തേ? ഫ്യൂച്ചറിലേക്ക് എത്ര മാൻ പവറിന് വേണം എന്നുള്ളൊരു തീരുമാനം എടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തേ? എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ റെക്കോർഡ് എടുത്തു, അവരെ നമുക്ക് എങ്ങനെ അതിനുവേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് അനലൈസ് ചെയ്തു. മൂന്നാമത്, ആഫ്റ്റർ അസസിങ് ദ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റോക്ക് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ട്. ആവശ്യമുള്ളവരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുക, അതിൽ നിന്ന് ബെസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യുക. ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ത്രൂ സയൻറ്റിഫിക് മെത്തേഡ്സ്. അപ്പോൾ മാൻ പവർ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യണത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡിലൂടെ, സയൻറ്റിഫിക് മെത്തേഡ്സിലൂടെ നമുക്ക് ആവശ്യമുള്ള ആളുകൾ, വ്യക്തികളെ എന്ത് ചെയ്യുക? നമ്മുടെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു ഓർമ്മയുണ്ടോ? ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസിനെ നമ്മൾ അതായത് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ ത്രൂ ട്രെയിനിങ് ഷുഡ് ബി ഡൺ ടു ഫിൽ അപ്പ് ദ എക്സ്പെക്റ്റഡ് വേക്കൻസീസ്. നമ്മൾ ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഉള്ള പേഴ്സണലിനെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ കരുതുക, ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 വർഷത്തേക്കേ ചെയ്യണുള്ളൂ. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ എക്സിസ്റ്റിംഗ് ജോലിയിലേക്ക് എങ്ങനെ മാച്ച് ചെയ്ത് കൊണ്ടുപോകാം എന്ന് മാത്രമേ നമ്മളവിടെ നോക്കണുള്ളൂ. എന്നാൽ മാൻ പവറിൻ്റെ ലോങ് ടേം പ്ലാനിങ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണത് എന്താ? ഫ്യൂച്ചറിലേക്ക് മാക്സിമം എത്ര എംപ്ലോയീസിനെ വേണ്ടി വരും, അവരെങ്ങനെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം, എങ്ങനെ സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്തവർക്ക് എങ്ങനെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. നന്നായി പഠിക്കേണ്ട പോർഷനാണ്. യു ക്യാൻ എക്സ്പെക്ട് ഇറ്റ് ഫോർ 4 മാർക്ക് ക്വസ്റ്റ്യൻ.